പെരുന്നാൾ എന്നത് കുടുംബങ്ങളുടെ ആഘോഷമാണ്. ഒരേ രാജ്യത്താണെങ്കിലും പല ഭാഗങ്ങളിലായി കഴിച്ചുകൂട്ടുന്ന രക്തബന്ധങ്ങളുടെ സംഗമ പെരുന്നാൾ കൂടിയാണ് ഓരോ പ്രവാസിക്കും ഈ ആഘോഷവേള. അയൽ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്നവരും UAE-യിലേക്ക് വിരുന്നെത്തുന്നതോടെ പെരുന്നാൾ പൊലിമ വല്ലാതെ കൂടുന്നു. വിസിറ്റ് വിസയിൽ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിൽ നിന്നും ഉറ്റവരെ തേടി വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഫ്ളാറ്റിലോ പാർക്കിലോ അവർ ഒത്തുചേരും. കുട്ടികളും സ്ത്രീകളും മൈലാഞ്ചി അണിയലിന്റെ നിർവൃതിയിലാകും. പിന്നെ തുടർന്ന് ഒരുമിച്ച് തന്നെ ഭക്ഷണം. അണുകുടുംബങ്ങൾ പെരുകിയെന്നത് നേര്. എന്നാൽ പ്രവാസലോകത്ത് ഹൃദയബന്ധങ്ങളുടെ തീവ്രത ഇന്നും ശക്തമാണെന്ന് തെളിയിക്കുന്നു ആഘോഷവേളയിലെ ഇത്തരം ഒത്തുചേരലുകൾ. പെരുന്നാളിന് മുമ്പേ തന്നെ പെരുന്നാളിന്റെ സദ്യവട്ടം എല്ലാം കൂട്ടി എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മ പോലെ ആയില്ലേ? പെരുന്നാളിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യം തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പ്രവാസിയുടെ പെരുന്നാളിൽ ഇന്ന് ഷെരീഫ്ക്കയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഷെരീഫ്ക്ക, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 60 ദിവസം കഴിഞ്ഞ് വലിയ പെരുന്നാൾ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വലിയ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ? ഞങ്ങൾ എല്ലാ ഫാമിലിയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഈദ് പരിപാടിയിൽ ഞങ്ങൾ തലേദിവസം തന്നെ ഇതിൻ്റെ എല്ലാവരും, എൻ്റെ അനിയനെ എത്തിച്ചേർന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളെ മോളും ഭർത്താവും എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയും കുട്ടികളും, അതുപോലെ തന്നെ എൻ്റെ ഷാലും, ഞങ്ങളെ ഫാമിലി അടുത്തുള്ള ഒരാളാണ്. ഞങ്ങൾ ഈ ദിവസം അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇതിനു വേണ്ടി പ്രിപ്പയർഡായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പല വിഭവങ്ങളും പല സംഭവങ്ങളും ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷം. പൊതുവെ ഈ അടിച്ചുപൊളി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ടെൻഷൻ കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. കാരണം ഈ അടിച്ചുപൊളി മുഴുവനും അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളും? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കഷ്ടതകൾ എന്നുള്ള ആ ഒരു ലെവൽ എന്തെങ്കിലുണ്ടോ? അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല, ഒരു സന്തോഷം. എല്ലാവരും കൂടിയിട്ട് കൂടുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷം, ഫാമിലി എല്ലാവർക്കും ഒരു സന്തോഷം. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തൊക്കെയായിരിക്കും സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാവില്ലേ? സ്പെഷ്യൽ ഡിഷസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബിരിയാണി ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് പായസം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ്, അതാണ് മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ഈവനിങ് ആകുമ്പോൾ പുറത്തു പോവും, കുട്ടികൾക്കൊരു ഔട്ടിങ്, എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗെദർ. അതൊക്കെ തന്നെയാണ് പെരുന്നാളിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. ഇവിടെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്നത് കുറേ അവധി കിട്ടി, നമുക്കങ്ങ് ഒരു ട്രിപ്പ് അങ്ങ് പോവാം, അങ്ങനെയൊക്കെ പോകാറുണ്ടോ? അത് ഫസ്റ്റ് പെരുന്നാളിന് പോയില്ലെങ്കിലും 2 3 പെരുന്നാളിനൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. അത് എൻജോയ്മെൻ്റ് ആക്കിയിട്ട് എല്ലാവരും കൂടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടെ പോകാറുണ്ട്. അത് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ദിവസം എന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും. പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ബിരിയാണി കഴിച്ച് അതിന്റെ ക്ഷീണത്തിൽ ഇറങ്ങി സെക്കൻഡ് തേർഡ് ഡേയ്സിലാവും അങ്ങനെ പോവാം. നാട്ടിലെ പെരുന്നാളും അവിടുത്തെ ആഘോഷങ്ങൾക്കും ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇവിടെ ഇത്രയും വലിയ കൂട്ടായ്മ കാണുമ്പോൾ നാട്ടിലേക്കൊക്കെ പെരുന്നാളിനെ സ്പെഷ്യലായിട്ട് വിളിക്കുകയും അവിടെ നിന്ന് ആരെങ്കിലും വരികയൊക്കെ ചെയ്യാറുണ്ടോ? നാട്ടിൽ ഫാദറിനെ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ്സിനെ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ വൈഫിൻ്റെ അവരെ റിലേറ്റീവ്സിനെ വിളിക്കാറും, അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും വിളിക്കാറുണ്ട്. ജ്യേഷ്ഠനുണ്ട് നാട്ടിൽ, അവരെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ പെങ്ങളെ വിളിക്കാറുണ്ട്. എല്ലാവരും ഞങ്ങൾ സംസാരിക്കും. അന്ന് അപ്പോൾ പെരുന്നാളിൻ്റെ അന്നാണ് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്താറ്. എന്തായാലും പെരുന്നാളാകുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ വേണം. അപ്പോൾ ആരാ പാട്ട് പാടാൻ പോകുന്നത്? അല്ല, ഈ നമ്മൾ വീട്ടിൽ പാടുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും ഇടയിൽ പാടാം. ആരാ പാടാൻ പോകുന്നത്? 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ 17 പൂവിടർന്നത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. പായസത്തിലൊരു ചെറിയൊരു നോട്ടം വേണ്ട. ആരും പായസം തന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വേണ്ട. ഈ ആഘോഷത്തിനിടയിലൊക്കെ ഓഫീസ് വർക്കും അതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? പരമാവധി ജോലിക്കാണ് നമ്മൾ പരമാവധി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ ഈ പെരുന്നാൾ സമയത്ത് നമ്മൾ കൂടുതൽ ഫാമിലിയാണ് ഞങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിലിയിൽ ഇപ്പോൾ ഉമ്മല്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഫാദർ നാട്ടിലുണ്ട്, അതുപോലെ പെങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഉണ്ട് അവിടെ നാട്ടിൽ. പക്ഷെ അവരായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ സംസാരിച്ച് ഈ പ്രവാസികളാകുമ്പോഴുള്ള ഒരു വിഷമം അവരും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. അല്ലാണ്ട് കൂടുതൽ അവർ മിസ്സായതാണ് ഞങ്ങൾക്ക് വളരെ. ഷെരീഫ് അവരൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നാട്ടിലുള്ളവരാരും ഇങ്ങോട്ട് വരാൻ മദർ ഇപ്പം ഇല്ല, ഫാദർ താല്പര്യമില്ല. കുറേ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തതിൽ. ഈ സമയം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഇത് അവരെ ഇല്ലാത്തതിൽ കൂടുതൽ ഞങ്ങൾ അവരായിട്ട് ഉള്ള വിഷമങ്ങളും ഇതൊക്കെ പങ്കുവെക്കുന്നു. ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഈ പെരുന്നാൾ അടിച്ചു പൊളിക്കും. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, പായസം തന്നെ ഇത്രയും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ ആ രുചിയൊക്കെ വേറൊരു ലെവലിലായിരിക്കുമല്ലോ. എന്തൊക്കെ സ്പെഷ്യൽ ഡിഷസ് എന്തെങ്കിലും ഉണ്ടാവും? ഇക്കുറി ഞങ്ങൾ ആലോചിക്കുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ജോയിന്റ് ആയിട്ടാണോ അതോ ഒറ്റയ്ക്ക് വേറെ ഡിഷസ്? അല്ല, ജോയിന്റ് ആയിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. എല്ലാവരും വന്നിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ മലബാറുകാരിയാണ്. അപ്പം ഞങ്ങളുടെ ബിരിയാണി എന്തായാലും എപ്പോഴും സ്പെഷ്യലാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കേരളത്തിൽ വെച്ച് നമ്പർ 1 ആണെന്നാണ് പറയണത്. അപ്പോൾ എല്ലാവരെയും വിളിക്കാറുണ്ട്. അപ്പോൾ വന്ന് കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. എന്താണ് ആ ഈ നമ്പർ 1 ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അത് ഞങ്ങളുടെ മാത്രം ഇൻഗ്രീഡിയൻസ് ആണ്, അത് പുറത്ത് പറയില്ല. ഞങ്ങളുടെ കോഴിക്കോട്ടുകാരുടെ മാത്രം സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു. ഈദ് മുബാറക്. ഈദ് മുബാറക്.